പരിഹാസത്തിൻ്റെ അങ്ങറ്റം എത്തിയ ഒരു മനുഷ്യനാണ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ. പരിഹാസത്തിൻ്റെ പീക്ക് ലെവലിൽ, ഒറ്റപ്പെടലിൻ്റെ ഒരു ഭയങ്കര ലെവലിലെത്തിയ ഒരു മനുഷ്യനാണ് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ. പലപ്പോഴും താൻ യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ കൂടെ തൊട്ട് ഉരുമി നടക്കുന്ന 12 ശിഷ്യന്മാരുള്ളതിലും വെച്ച് ഏറ്റവും കൂടുതൽ വ്യത്യസ്തതകൾ പത്രോസിനുണ്ടായിരുന്നു. യേശുവിനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തൊരു മനുഷ്യനാണ് പത്രോസ്. യേശുവിനോട് കൂടുതലും അടുപ്പം കാണിച്ചു. നമ്മൾ യോഹന്നാനെ പറയാറുണ്ട്, പക്ഷേ അതിനേക്കാളും അപ്പുറമായിട്ട് യേശുവിനോടൊരു ഇൻറ്റിമസി പത്രോസിനുണ്ടായിരുന്നു. കാര്യം പത്രോസിനെ വിളിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായ നിലവാരത്തിലാണ്. അതുകൊണ്ട് പത്രോസിന് യേശുവിനോട് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ പോകുന്ന യാത്രയിൽ കടലിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പത്രോസിന് അവസരം ലഭിച്ചു. മറുരൂപ മലയിൽ ഏലിയാവിനെയൊക്കെ കാണാൻ പത്രോസിന് ഭാഗ്യം ലഭിച്ചു. പക്ഷേ ഇവിടെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഭയങ്കര വെപ്രാളം, ദൈവത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം പത്രോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എടുപിടി എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യും. യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ മനസ്സിൽ പത്രോസിന് ഉറപ്പുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും കർത്താവിനെ തള്ളി പറയത്തില്ല. കാര്യം അത്രയ്ക്കും അഭേദ്യമായ ബന്ധം എനിക്ക് യേശുവായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ പിതാവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പോലും പത്രോസിന് കൊടുത്തത്. യേശുവിനെ പിടിക്കുന്ന സമയത്ത് പടയാളികൾ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ യേശുവിനെ കെയർ ചെയ്യുന്നൊരു സ്വഭാവം പത്രോസിനുണ്ടായി. അവൻ അരയിൽ കിടന്ന വാളെടുത്ത് ഒരുവന്റെ കാത് വെട്ടി. അവിടെ യേശുവിനെ കെയർ ചെയ്യാൻ ബാക്കി 11 ശിഷ്യന്മാർ മാറി നിൽക്കുമ്പോൾ പത്രോസ് വ്യത്യസ്തമായി നിന്ന് യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം, മരണത്തിൻ്റെ ഭയം മൂലം പത്രോസിനെ യേശുവിനെ ഒന്ന് തള്ളിപ്പറയേണ്ടി വന്നു. ആ തള്ളിപ്പറച്ചിൽ പത്രോസിന്റെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ കൊണ്ടുവന്നു. യേശുവിനെ അവർ ക്രൂശിലേറ്റി. തിരിച്ച് പത്രോസ് മടങ്ങി പോകുന്ന യാത്രകളിൽ ഒരു പക്ഷേ ബൈബിളിൽ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു ഭാവനയിൽ പറയുകയാണ്, കൂടെ നടന്ന 11 ശിഷ്യന്മാരും മാറി നിന്ന് പത്രോസിനെ കളിയാക്കി കാണാം. എന്തോ ആയിരുന്നു നിന്റെ ആവേശം, എന്തോ ആയിരുന്നു നിന്റെ പിടിപിടിപ്പ്, എന്തോ ആയിരുന്നു മറുരൂപ മലയിൽ. യാക്കോബും യോഹന്നാനും പറഞ്ഞു, എന്തോ ആയിരുന്നു മറുരൂപ മലയിൽ കയറിയപ്പോൾ നീ കാണിച്ച ആവേശം എവിടെ പോയി? യേശുവിനെ കൊല്ലുന്ന സമയത്ത് നീ എന്തേ തള്ളിപ്പറഞ്ഞ്? പക്ഷെ ഇവർക്ക് അറിയത്തില്ല, ആ തള്ളിപ്പറയുമ്പോഴും ആഴമായൊരു സ്നേഹം പത്രോസിന് യേശുവിനോടുണ്ടായിരുന്നു. പക്ഷെ ക്രൂശിൽ കിടക്കുമ്പോഴും യേശു പത്രോസിന്റെ മനസ്സ് കണ്ടു. മനഃപൂർവമല്ല, സാഹചര്യം തൻ്റെ മുമ്പിൽ വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഭയങ്കര ആവേശമായിരുന്നു. അത് സത്യം തന്നെയാണ്, അത് കളവൊന്നുമല്ല. നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ജീവിതയാത്രയിൽ, ആത്മീയ യാത്രയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ നടുവിൽ ചിലപ്പോൾ ദൈവത്തോട് ചില പരിഭവങ്ങൾ പറഞ്ഞു കാണാം. പക്ഷെ മനുഷ്യർ പറയും നീ പിന്മാറിപ്പോയെന്ന്. പക്ഷെ യേശുവിന് നിന്റെ മനസ്സ് നല്ലതുപോലെ അറിയാം. ഇന്ന് രാത്രിയിലും ആ യേശുവിന് നിന്റെ മനസ്സ് നല്ലതുപോലെ അറിയാം. കുഞ്ഞെ, നീ ഏത് സാഹചര്യത്തിലാ പ്രാർത്ഥിക്കാതിരുന്നതെന്നും പാടാതിരുന്നതെന്നും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഈ പത്രോസിനെ ദൈവം, യേശു കർത്താവ് പിന്നത്തേതിൽ കണ്ടുമുട്ടുകയാണ്. പത്രോസിന് അടങ്ങുന്നില്ല അവൻ്റെ അകത്തുള്ള വിഷമം. പിന്നെയും അവൻ മാറി നടന്നു. 40 ദിവസം യേശു കർത്താവ് ശിഷ്യന്മാരോട് കൂടെ നടന്നു. പക്ഷേ ബാക്കിയുള്ള 10 ദിവസം പത്രോസിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാളിക മുറിക്കകത്ത് കയറി താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ
ദൈവം പത്രോസിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് തൻ്റെ മേൽ വീഴാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ ആമേൻ, അതുവരെയുള്ള പത്രോസിൻ്റെ വിഷമങ്ങളെ താൻ മറന്നു, തൻ്റെ വേദനകളെ താൻ മറന്നു, താൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ പരിഹസിച്ചുകൊണ്ട് കൂടെ നിന്നവർ തന്നെ നിങ്ങളെ കളിയാക്കി കാണും. പക്ഷെ നിനക്കൊരു 50-ാം ദിവസമുണ്ട്, നിനക്കൊരു മാളിക മുറിയുണ്ട്, നിനക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ സന്ദർശനമുണ്ട്. അവൻ കളിയാക്കിയ 11 പേരും അതിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് അവൻ പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് പത്രോസാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, കളിയാക്കുന്നവർ അവിടെ ഇരിക്കട്ടെ, പരിഹസിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ, പക്ഷെ നീ പ്രാർത്ഥിക്കും മാളിക മുറിയിൽ, നീ ഉപവസിക്കും മാളിക മുറിയിൽ. നിന്റെ പരിഹാസങ്ങളെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറ, അവൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരിക്കൽ കൂടി എന്നെ ഒന്ന് തൊടണമേ, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് തൊടണമേ. പരിഹസിച്ചവർ കാണുകെ, അവൻ അപമാനിച്ചവർ കാണുകെ, ഓ എന്തോ ആയിരുന്നു നിന്റെ ആത്മീക ജീവിതത്തിൽ നീ കാണിച്ചതൊക്കെ, ഇപ്പോൾ എവിടെ പോയി എന്നൊക്കെ പലരും പറയാം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്ദർശനം മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഈ പറയുന്നവർക്കൊന്നും പറ്റിയില്ല ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ വിടിവിക്കാൻ. ആമേൻ, ഇന്ന് രാത്രി ഞാൻ പറയാം, ആമേൻ, നീ കേട്ട വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ നിനക്ക് മറന്നുപോയേക്കാം, പക്ഷെ അത് മാളിക മുറിയിൽ ഉണർത്തിച്ച് ആമേൻ അത് നിവർത്തിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന. ആമേൻ, പത്രോസിന്റെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ പത്രോസ് പോലും ആ വാഗ്ദത്തം മറന്നുപോയേക്കാം, പക്ഷേ 50-ാമത്തെ ദിവസം അത് ഓർപ്പിച്ച് അവനെ കൊണ്ട് നിവർത്തിച്ച നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ അവൻ നമ്മളോട് ക്ഷമിക്കും, നമ്മുടെ ബലഹീനതകൾ അവൻ നമ്മളോട് ക്ഷമിക്കും. ഇന്ന് രാത്രിയിലും വിശ്വസ്തനായി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഓ റബാന ഹതലമ ശകതല റബധന അടഗദലഗടഗ ശംദര പ്രൗഢമാന. ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ എൻകൗണ്ടർ ഇന്ന് രാത്രിയിൽ ചില ജീവിതങ്ങൾക്കകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, ആമേൻ, കഴിഞ്ഞ കാലത്തെ നിന്റെ ജീവിതങ്ങളെ അത് മറക്കാൻ സഹായിക്കുന്ന ആമേൻ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹൂഡാലാമാന ഹംദാരാജാലാന ഹഥരാബാന കഥര മരക ശഥരബ ശബ്ദ പ്രവാനി അർത്ഥന ലഗദന ബടഗദന ഹദൽ മനഗടക ശബ്ദരാധന. ഓ റിഖദ രബൽഖമന. എല്ലാ കുറ്റബോധങ്ങളെയും മാറ്റുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി രാത്രിയിൽ നിങ്ങളെ തൊടാൻ പോവുകയാണ്. അടക നഗദന ഹംദര പ്രവനഗടക ശബ്ദരാധന റീബാന ഹഥന. പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ മതി നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരാൻ, നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരാൻ. Oh, glorify the Lord. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദൈവസന്നിധിയിലെ? ഹല്ലേലൂയ. ആ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി, കണ്ണുകളെ അടച്ച് ആമേൻ, ആ തലകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹോളി സ്പിരിറ്റിനെ ഒന്ന് വെൽക്കം ചെയ്താട്ടെ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിനകത്ത്. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗ് ഒരു മാളിക മുറിയാകാൻ പോവുകയാണ്. ഒരു മാളിക മുറി. ഒറ്റപ്പെട്ട പത്രോസിനെ, തള്ളപ്പെട്ട പത്രോസിനെ പരിഹാസത്തിന്റെ നടുവിൽ ചിലപ്പോൾ ആ മാളിക മുറിയിൽ പ്രാർത്ഥിക്കുമ്പോഴും യാക്കോബും യോഹന്നാനും പത്രോസിനോട് പറഞ്ഞു കാണാം, നീ തള്ളി പറഞ്ഞവനല്ലേ, എങ്കിലും അവനെ ഓർത്തൊരു കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർക്കാൻ പോവുകയാണ്. എല്ലാം മറന്നാട്ടെ. ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താരൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട, ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ല.
വാഴുകയല്ലോ, താൻ വാഴുകയാൽ, താൻ വാഴുകയാൽ ആകുലമില്ല. നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാലോ, താൻ വാഴുകയാൽ ആകുലമില്ല. നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം.